ലക്ഷദ്വീപിലെ ജസീരിയ ഭാഷയിൽ റക്കുണത്തി എന്നൊരു പ്രയോഗമുണ്ട്. നമ്മുടെ ടൈം പീസിന് അലാറാമിന് അവർ വിളിക്കുന്ന പേരാണ് റക്കുണത്തി, ഉറക്കമുണർത്തി എന്ന് അർത്ഥം. സത്യത്തിൽ ഈ റക്കുണത്തി ഓർമ്മപ്പെടുത്തലിൻ്റെ പ്രതീകമായി മാറുന്നു. ഈ ചെറു പ്രസംഗം വെറുമൊരു സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. വലിയ സ്നേഹത്തോടുകൂടി വലിയ അധികാരത്തിലേക്ക് ശ്രീ വി ഡി സതീശനെ ആളുകൾ തിരഞ്ഞെടുക്കുന്നു. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രിയപ്പെട്ട സി എം, അങ്ങയുടെ ഭാഷയിലും ശരീരഭാഷയിലും നിറഞ്ഞു നിൽക്കുന്ന പ്രൗഢ ഗാംഭീര്യ ഭാവങ്ങളൊക്കെയുണ്ട്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. വെറുമൊരു സാധാരണ പൗരൻ്റെ സ്നേഹത്തിൻ്റെയും അവകാശത്തിൻ്റെയും പുറത്തു മാത്രം ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ. ഒന്ന്, ലോർഡ് ആറ്റ്ലിയുടെ ഓർമ്മപ്പെടുത്തലുണ്ട്. പവർ കറപ്റ്റ്സ്, അബ്സലൂട്ട് പവർ കറപ്റ്റ്സ് അബ്സലൂട്ട്ലി. പ്ലേറ്റോ ഇങ്ങനെ എഴുതി, ഒരു ജ്ഞാനിയായ മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ജ്ഞാനമില്ലാത്ത മനുഷ്യരുടെ കീഴിൽ ഞെരുങ്ങിക്കഴിയുക എന്നുള്ളതാണ്. അങ്ങയുടെ കീഴിൽ അങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. പണ്ട് മുഗൾ രാജവംശ കൊട്ടാരങ്ങളിൽ അത്രയ്ക്ക് അർത്ഥമില്ലാത്ത ഒരു നടപടിക്രമം ഉണ്ടായിരുന്നു. അതായത് ചക്രവർത്തിയുടെ തൊട്ടടുത്തിരുന്ന് വിദൂഷകൻ ഒരാൾ ചെവിട്ടിൽ മന്ത്രിക്കും, മാലിക് നഹി ചൗക്കിദാർ ഹേ, നിങ്ങൾ ഉടമയൊന്നുമല്ല, കാവൽക്കാരൻ മാത്രമാണ്. പക്ഷേ ചക്രവർത്തി ഇത് കേൾക്കുമോ? പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത ഒരു അനാചാര്യ ദിനചര്യ പോലെയായി അത് മാറിയിട്ടുണ്ട്. റോമൻ സർവ്വസൈന്യാധിപൻ ജയിച്ച് വിജയപേര് മുഴക്കി മുന്നേറുമ്പോൾ അവിടെയും വിദൂഷകൻ ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ എമെന്തോ മോറി, മരിക്കുമെന്നറിയുക, ആരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇവിടെ മാലിക് നഹി ചൗക്കിദാർ ഹേ എന്നുള്ളത് എല്ലാവരും ഓർക്കേണ്ട കാര്യമാണ്. അങ്ങയുടെ നേതാവ് രാഹുൽ ഗാന്ധി ചൗക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞതൊക്കെ ഇവിടെ മുഴങ്ങുന്നുണ്ട്. അങ്ങിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നുണ്ട്, പ്രതീക്ഷയുണ്ട്. അങ്ങ് ശരിക്കും കാവൽഭടനായിട്ടിരിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ലത്തീനിൽ വിജിലസ് എന്ന് നിർമ്മാണം നടത്തുന്നവരെയും നിയമപാലകരെയൊക്കെ വിളിക്കുമായിരുന്നു. കാവലിരിക്കുന്നവർ എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ കാവലിരിക്കുന്നവരല്ല ഭരണാധികാരികളെങ്കിൽ നോക്കുന്നവർ തന്നെ കക്കുന്നവരായി മാറുന്ന അവസ്ഥാന്തരം വന്നേക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. 1984 എന്ന ജോർജ് ഓർവെലിൻ്റെ അതിസുന്ദരമായ പൊളിറ്റിക്കൽ സറ്റയറിൽ ബിഗ് ബി ആണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അയാൾ എല്ലാവരെയും ഭരിച്ച് കൊന്നൊടുക്കി തിന്നൊടുക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയാണ്. ഹിറ്റ്ലറുടെ ജർമ്മനിയെക്കുറിച്ച് ആര് പറഞ്ഞു? ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ഭയമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റൊന്നും അവിടെയില്ല. ഇവിടെ സോക്രട്ടീസ് ഡെമോക്രസിക്ക് എതിരായ ഒരു കാലഘട്ടമുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം ഡെമോക്രസിക്ക് എതിരായി? അദ്ദേഹം പറഞ്ഞു, കഴിവില്ലാത്ത ഒരു പറ്റം ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഭരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കൊരു സ്വേച്ഛാധിപതി ഭരിക്കുന്നതിനേക്കാൾ അപകടം ഉണ്ടാക്കിയേക്കാം. അദ്ദേഹം പറയുന്നത് കഴിവില്ലാത്ത കുറേ പേർ ഒരു കപ്പലിനെ പല ദിശകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഒരു പ്രക്രിയയാണത്. അപ്പം ഇദ്ദേഹം ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത്. ചോദ്യങ്ങളുണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്ലേറ്റോ വിശ്വസിച്ചു, ചിന്തകരൊക്കെ വിശ്വസിച്ചു. ഒരു ചോദ്യം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വരമടങ്ങി. പ്രിയപ്പെട്ട സി എം, അങ്ങയുടെ സാധാരണ രീതിയിലുള്ള ആ ഒരു സൗമ്യഭാവത്താൽ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചോദ്യങ്ങളുണ്ടാവുന്നത് അങ്ങ് സ്വാഗതം ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. ചോദിക്കാനും സംസാരിക്കുവാനും സ്വരമുയർത്തുവാനും സാധിക്കുന്നിടത്താണല്ലോ സത്യത്തിൽ ജനാധിപത്യം മഹത്വവൽക്കരിക്കപ്പെടുന്നത്. ഈസോപ്പിൻ്റെ കഥയിൽ ഒരു സിംഹം പറയുന്നു, എനിക്ക് വാർദ്ധക്യമായി, പല്ലും നഖവുമൊക്കെ കൊഴിഞ്ഞു, അടുത്തയാൾ വരണം, ആരെങ്കിലും രാജാവാകാൻ തയ്യാറാണോ? ആരൊന്നും മിണ്ടിയില്ല. എല്ലാവർക്കും സിംഹത്തിൻ്റെ സ്വഭാവം അറിയാം. അവസാനം ഒരു പാവം കുരുവി ചിറകൊന്ന് വിരുത്തി ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. ആ ക്ഷണം തന്നെ അതിൻ്റെ മേലേക്ക് കൈപ്പത്തി ആഞ്ഞു വീണു. അതിനെ മല്ലാതെ കശക്കി എറിഞ്ഞ് കൊന്നുകളഞ്ഞു. പിന്നെ പൂർണ്ണ നിശബ്ദത.
ഇവിടെ സ്വരമുയർത്തുന്നവർ സ്വരമില്ലാത്തവരായി മാറ്റപ്പെടുന്ന ഒരന്തരീക്ഷം അങ്ങുണ്ടാക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ജനാധിപത്യ മൂല്യങ്ങളിൽ അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. തുടക്കകാലങ്ങളിൽ അങ്ങ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. താങ്കൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയാണല്ലോ പറഞ്ഞത്. അത് വളരെ ആശ്വാസമേകുന്ന വാക്കുകളാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അങ്ങേക്ക് അകമ്പടി സേവിക്കാൻ വാഹനവ്യൂഹമൊന്നും കാര്യമായി വേണ്ട എന്ന തീരുമാനം തീർത്തും നല്ലതാണ്. മുഖ്യമന്ത്രിക്ക് വാഹനവ്യൂഹമൊരുക്കാൻ 40-ലേറെ വാഹനങ്ങൾ നിലനിൽക്കുമ്പോൾ ശരിക്കും ജീവിതം സുഗമമാക്കി മാറ്റേണ്ടവർ ജീവിതത്തിനും വഴിക്കുമൊക്കെ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന കാഴ്ച അത്രയ്ക്ക് നല്ല കാഴ്ചയൊന്നുമല്ലല്ലോ. അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നല്ലത്. അങ്ങയുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് കൂടി കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും. മന്ത്രിമാരുടെയും മറ്റും സ്റ്റാഫുകൾ കൂടി 25ഉം 50ഉം ഒക്കെ എത്തുന്നു. 2.5 വർഷം കഴിയുമ്പോൾ അവർക്കൊക്കെ മുഴുവൻ പെൻഷനുണ്ടല്ലോ. അപ്പോൾ ചിലയിടങ്ങളിലൊക്കെ 50 സ്റ്റാഫുകൾ വരെ ഉണ്ടാവുന്നുണ്ട്. അത്രയ്ക്കങ്ങ് നാട്ടുകാർ സഹിക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയാണോ അങ്ങനെ ചെയ്യുന്നത്? പണ്ടത്തെ ആളുകൾ തമാശയായിട്ട് പറയാറുണ്ട്, സർക്കാർ പണി കിട്ടാനേ പണിയുള്ളൂ, പണി കിട്ടിക്കഴിഞ്ഞാൽ പണിയൊന്നുമില്ല. അതുമൊന്ന് തിരുത്തിക്കുറിക്കാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ പണികളിൽ തന്നെ കാര്യക്ഷമത ഉറപ്പാക്കാൻ അങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? ഇപ്പോൾ വിജയ് സർക്കാർ കൈക്കൂലി വാങ്ങുന്നവരെ കണ്ടുപിടിച്ച് അവതരിപ്പിക്കുകയാണെങ്കിൽ ലക്ഷങ്ങളുടെ പാരിതോഷികമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് മാസമാണോ ക്ലാസ്സാണോ നമുക്കറിഞ്ഞുകൂടാം. അത് കാലം തെളിയിക്കും. പക്ഷേ അതുപോലുള്ള ചില നടപടിക്രമങ്ങൾ വളരെ നന്നായിരിക്കില്ലേ? അഴിമതിയിൽ കേരളം ഒന്നാമതൊന്നുമല്ല, അഴിമതി രാഹിത്യ സ്ഥലങ്ങളിൽ ഒന്നാമതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമത ഇക്കാര്യത്തിൽ കൊണ്ടുവരാം. പിന്നെ അങ്ങ് ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്, ഈ സർക്കാർ ജീവനക്കാരൊക്കെ പരീക്ഷ പാസ്സായി വരുന്നവരാണ്. അവരൊക്കെ നല്ല ബുദ്ധി വൈഭവം പ്രകടിപ്പിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ നിയമനിർമ്മാതാക്കളും അതേപോലെ തന്നെ ഉയർന്ന പ്രാഗൽഭ്യം കാണിക്കേണ്ടവരല്ലേ? അങ്ങേക്ക് വിദ്യാഭ്യാസപരമായ ചിന്താപരമായ ഔന്നത്യം ഉണ്ടെന്നറിയാം. ആ ഔന്നത്യം ഞങ്ങൾ നയിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാവുക സ്വാഭാവികമല്ലേ? പ്രിയപ്പെട്ട CM, നിയമനിർമ്മാതാവ് എന്ന നിലയിൽ അങ്ങ് ഇതുകൂടി ഒന്ന് ചിന്തിക്കുന്നത് എത്രയോ സന്തോഷകരമായ കാര്യമായിരിക്കും. ഇനി കേരളം ഒന്നാമതാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിളിക്കുന്നതിൽ ഒരുപാട് സത്യമുണ്ട്. കാരണം പല ജാതിയിൽപ്പെട്ട ആളുകൾ ഏകോദര സഹോദര ഭാവത്തോടുകൂടി കഴിയുന്ന ഒരു സ്ഥലമാണിത്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തുടിക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് കവി എഴുതിയത് സത്യമാണ്. കേരളം പല കാര്യങ്ങളിലും മുന്നിൽ തന്നെയാണ്. എഴുത്തുകാരുടെ കാര്യം എടുത്ത് നോക്കുക. ബുക്കർ പ്രൈസ് നേടിയ അരുന്ധതി റോയ്, ശശി തരൂർ, ഇപ്പോൾ ഒരുപാട് പേർ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രമുഖരായ എഴുത്തുകാരൊക്കെ തർജ്ജമകളിലൂടെ ലോകത്തിന് മുഴുവൻ അഭിമാനമായി മാറുന്നുണ്ട്. അത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. 6 ജ്ഞാനപീഠം അവാർഡുകളാണ് ഈ കൊച്ചു കേരളത്തിലുള്ള എഴുത്തുകാർ നേടിയിട്ടുള്ളത്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം തന്നെ ഒരു കേരളീയനായിരുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ഇനി കേരളം എന്ന കൊച്ചു സംസ്ഥാനം സൃഷ്ടിച്ചു വിടുന്ന സിനിമകൾ, നമ്മൾ 13 പ്രാവശ്യം നല്ല സിനിമക്കുള്ള നാഷണൽ അവാർഡ് നേടിയിട്ടുണ്ട്. 13 പ്രാവശ്യം നല്ല നടനുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. 14 പ്രാവശ്യം നല്ല ഡയറക്ഷണൽ അവാർഡ് നേടിയിട്ടുണ്ട്. ഇങ്ങനെ ആ രംഗത്തും തിളങ്ങി വിളങ്ങി നിൽക്കുന്നുണ്ട്. സ്പോർട്സ് രംഗത്തേക്ക് വരിക, PT ഉഷ, MD വത്സമ്മ, ഷൈനി വിൽസൺ, മേഴ്സി കുട്ടൻ, ഇങ്ങനെ ഒരുപാട് പേർ, ശ്രീശാന്ത്, സഞ്ജു സാംസൺ, ശ്രീജേഷ്, ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ നമുക്ക് അത്ഭുതകരമായ വിധത്തിലുള്ള മാതൃകയേകിക്കൊണ്ട് മുന്നിലോടുന്നുണ്ട്. ഇനി 2036 അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി 250 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നേറണം എന്ന പ്രോഗ്രാമൊക്കെ ഉണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ അതിശക്തമാക്കി മാറ്റാനായിട്ട്, കായിക സംസ്കാരത്തിന് ഇറ്റില്ലമാക്കി കേരളത്തെ വീണ്ടും മാറ്റുവാൻ അങ്ങേക്ക് സാധിക്കും എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനുവേണ്ടി അങ്ങ് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ചിന്ത ഞങ്ങൾക്കുണ്ട്. ഫിലോസഫി കിങ് എന്നാണ് രാജാവിനെ പ്ലേറ്റോ വിളിക്കുക. അതായത് അയാൾ ചിന്തിക്കുന്ന ആളായിരിക്കണം. സൈറ്റും ഉണ്ടാകണം, ഇൻസൈറ്റും ഉണ്ടാകണം, ഫോർസൈറ്റഡിനോട് ഉണ്ടായിരിക്കണം. അങ്ങേക്കിതുണ്ട് എന്നൊരു ബോധ്യം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങ് ഞങ്ങളെ ദാർശനികമായ വിധത്തിൽ, പ്രത്യയശാസ്ത്രപരമായ വിധത്തിൽ, പ്രാക്ടിക്കലായ വഴികളിലൂടെ നയിച്ച് കേരളത്തെ വികസിപ്പിക്കും. അതൊരു പ്രത്യാശയാണ്, ആശയാണ്, പ്രാർത്ഥനയാണ്. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ഇന്ത്യയുടെ കണക്കനുസരിച്ച് ക്ലീൻ സ്റ്റേറ്റ് ഇൻ ഇന്ത്യൻ കറപ്ഷൻ സർവേ, അങ്ങനെ ഒരു സ്റ്റാറ്റസിൽ കേരളം നിൽക്കുന്നുണ്ട്. പോലീസുകാരുടെ കാര്യം എടുക്കുക, IPF സ്മാർട്ട് പോലീസിംഗ് ഇൻഡെക്സ് അനുസരിച്ച് കേരള ഇൻ്റഗ്രിറ്റിയുടെയും ഫ്രീ സർവീസിൻ്റെയും മറ്റും കാര്യത്തിൽ 1ാം സ്ഥാനത്താണ്. ഓവറോൾ ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ 3ാം സ്ഥാനത്താണ്. അൺബയസ്ഡ് ലോഫുൾ പോലീസിങ്ങിൻ്റെ കാര്യത്തിൽ 4ാം സ്ഥാനത്താണ്. പിന്നെ പ്രൊമോട്ട് സെക്യൂരിറ്റി ടെക് അസസ്മെൻറ്റ് അനുസരിച്ച് ബെസ്റ്റ് സ്റ്റേറ്റ് പോലീസ് ഫോഴ്സ് ഇൻ ഇന്ത്യ എന്ന റാങ്കിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെയും ആളുകളുടെ എണ്ണമാണ് പ്രശ്നം. 1,170,000 ഓഫീസേഴ്സാണ് ഉള്ളത്. അല്പം കൂടി ആളുകളെ കൃത്യമായ പരിശീലനത്തിലൂടെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്രയും നല്ലതായിരുന്നു. ഇവിടെയും ഒരു വിഘാതമായി വരുന്നത് പിൻവാതിൽ നിയമനങ്ങളാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചുയർന്ന വ്യക്തികൾക്ക് പിൻവാതിൽ നിയമനങ്ങളിലൂടെയുള്ള ചില വ്യക്തികളുടെ കടന്നു കയറ്റം നിമിത്തം അവസരം നിഷേധിക്കപ്പെടുമ്പോൾ അതൊരു മോശമായ അവസ്ഥയല്ലേ. ഇനി ഇന്ത്യ ഹെൽത്തിൻ്റെ കാര്യത്തിൽ മോസ്റ്റ് ഹൈലി റേറ്റഡ് പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളം എല്ലാവർക്കും ഒരു മാതൃകയായി മാറിയിട്ടുണ്ട്. കേരളത്തിലെ നഴ്സുമാർ ഈസ്റ്റിലെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്നറിയപ്പെടുന്നുണ്ട്. വേൾഡ്സ് പ്രീമിയർ കെയർ ഗിവേഴ്സ് എന്നാണ് ഇവർ അറിയപ്പെടുക. ഇനി വീണ്ടും ടൂറിസത്തിൻ്റെ കാര്യത്തിൽ 2026 വേൾഡ് ടോപ്പ് ട്രാവൽ ഡെസ്റ്റിനേഷൻസ് അനുസരിച്ച് കേരളം 16ാമത്തെ സ്ഥാനത്തുണ്ട്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്നത് അഭിമാനകരമായ കാര്യമാണ്. ആയുർവേദ ക്യാപിറ്റലായിട്ട് കേരള അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം ലിറ്ററസിയുടെ കാര്യത്തിൽ 96.2% ലിറ്ററസി റേറ്റ്. കേരളം സ്പെഷ്യലൈസ്ഡ് IT സോഫ്റ്റ്വെയർ ഹബ്ബാണ്. കേരളത്തിലെ എൻജിനീയേഴ്സും ടെക്നീഷ്യൻസും ലോകം മുഴുവൻ അവരുടെ സേവനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ടീച്ചേഴ്സ് ബെസ്റ്റ് ടീച്ചേഴ്സായിട്ട് ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ തരത്തിലും ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ഈ സംസ്ഥാനം മാറിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി ഈ നാടിനെ മാറ്റുവാനായിട്ട് അങ്ങേപ്പോലുള്ള ദാർശനികതയുള്ള, ചിന്തയുള്ള, പിന്നെ ഹൃദയത്തിൻ്റെ വിശാലതയുള്ള ഒരാൾക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങേക്ക് എല്ലാ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ്. വളരെ രസകരമായ ഒരു ഓർമ്മപ്പെടുത്തൽ മാർക്കസ് ഔറേലിയസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രീ മെഡിത്താസിയോ മാലോരും. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രീ മെഡിത്താസിയോ മാലോരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ദുരന്തങ്ങൾ കൂടി ആദ്യമേ കണ്ടെത്തണം. അങ്ങേറ്റത്തെ ദാർശനിക ഭാവമുണ്ടായിരുന്ന ചക്രവർത്തിയായിരുന്നല്ലോ മാർക്കസ് ഔറേലിയസ്. അങ്ങയെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങയുടെ പേരിൻ്റെ അകത്ത് ഒരു തീയുണ്ടെന്നൊക്കെ ആരോ എഴുതി വച്ചിട്ടുണ്ട്. ഈ പറയുന്ന ആളുകൾ തന്നെ അങ്ങയെ തീ കത്തിക്കാനും അങ്ങയുടെ തീ കെടുത്താനും ഒക്കെ ശ്രമിച്ചെന്ന് വരാം. പക്ഷെ ഓർത്തേക്കുക, ഇപ്പോൾ കൈയടിക്കുന്നവർ എപ്പോഴും കൂടി നിന്ന് കൈയടിക്കണമെന്നില്ല. ദാർശനിക ഭാവത്തോടു കൂടി അങ്ങ് എല്ലാവരെയും നോക്കിക്കാണുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പുണ്ട്. വരാനിരിക്കുന്ന ദുരന്തങ്ങൾ കൂടി മുന്നിൽ കാണുക. മാലിന്യ സംസ്കരണത്തിനും ഈ നാടിൻ്റെ വഴിയോരങ്ങളെ സുന്ദരമാക്കി മാറ്റുന്നതിനും വല്ലാത്ത ഗർത്തങ്ങളും യാത്രയെ തടസ്സപ്പെടുത്തുന്ന കുഴികളുമൊക്കെ മാറ്റുന്നതിനും കൃത്യമായിട്ട് ആളുകൾ നികുതി അടക്കുന്നതിന് അവർക്ക് സുന്ദരമായ
ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും അവർക്ക് അർഹമായ വിധത്തിൽ മാന്യമായ വിധത്തിൽ നൽകുന്നതിനൊക്കെ അങ്ങേക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. 1984 എന്ന ജോർജ് ഓർവെലിൻ്റെ പുസ്തകത്തിൽ ബിഗ് ബി എന്ന ഭരണാധികാരി പറയുന്നു, ദ ഓൺലി ഗുഡ് ഹ്യൂമൻ ഈസ് എ ഡെഡ് ഹ്യൂമൻ. അതുകൊണ്ട് കൊല്ലുക. പരിക്കിന് ഏറ്റവും എളുപ്പം മരിച്ചവരെ കൊണ്ട് നാട് നിറക്കുക എന്നുള്ളതാണ്. അങ്ങ് ആരെയും കൊല്ലാനല്ല, ജീവിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളും സ്നേഹത്തോടു കൂടി പിന്തുണ നൽകാം. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് അസീസി നടന്നു പോകുന്ന വഴിയോരത്ത് കർഷകനൊരാൾ വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും താങ്കളെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ട്, വിശുദ്ധനാണെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം. ഞങ്ങളുടെ പ്രതീക്ഷകളെ താറുമാറാക്കി കളയരുത്. വിശുദ്ധനായിട്ട് തന്നെ ജീവിക്കണം. അങ്ങയെക്കുറിച്ചും എല്ലാവരും നല്ലത് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഞങ്ങളുടെ പ്രതീക്ഷകൾ താറുമാറാക്കപ്പെടാതിരിക്കട്ടെ. ദൈവം താങ്കളെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നല്ല യാത്ര നേരുന്നു.